നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. ഇന്ത്യ കര, വ്യോമ, നാവിക ആക്രമണം നടത്തിയാൽ അതിനെ നേരിടാൻ സൈന്യം സജ്ജമാണെന്ന പാകിസ്ഥാന്റെ ഭീഷണി എന്ന ഗതികേടിനെ അപ്പോൾ തന്നെ നല്ല മറുപടി നൽകുകയായിരിക്കണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആ മറുപടി ഒരു ദാക്ഷിണ്യവുമില്ലാത്ത തിരിച്ചടി തന്നെയായിരിക്കുമെന്നാണ്. ഇതിന് പിന്നാലെയാണ് സിന്ധു നദീജല കരാർ റദ്ദാക്കിയത്. ഇന്ത്യ പാക് യുദ്ധം നടന്നപ്പോൾ പോലും റദ്ദാക്കാത്ത കരാർ 65 വർഷങ്ങൾക്കിപ്പുറം മരവിപ്പിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം പാകിസ്ഥാന് കനത്ത വെല്ലുവിളിയാണ്. ഇതോടെ ആകെ കുരുപൊട്ടിയ പാക്കിലെ മണ്ടന്മാർ ഇന്ത്യക്കെതിരെ ആണവായുധം ഉപയോഗിക്കുമെന്ന ഭീഷണി മുഴക്കി. എന്നാൽ ഇതിനെ ഒരു ഭീഷണിയായി പോലും കാണാൻ സാധിക്കില്ല. കാരണം ഇന്ത്യ വെള്ളം നൽകിയില്ലെങ്കിൽ ഇന്ത്യയിൽ ചോരപ്പുഴ ഒഴുകും എന്നൊക്കെയാണ് ഭീഷണി. ഒന്ന് ആലോചിക്കണം, ആദ്യം ഇന്ത്യയെ ചൊറിയാൻ വന്നത് പാകിസ്ഥാനാണ്. അപ്പോൾ പിന്നെ ഇന്ത്യ എന്താ ചെയ്യേണ്ടത്? പേടിച്ച് മാറി നിൽക്കണോ? അതോ അയ്യോ പാകിസ്ഥാൻ വരുന്നേ എന്ന് ഇപ്പോൾ അങ്ങ് തീർത്തു കളയുമെന്ന് വിചാരിക്കണോ? അതിന് വേറെ ആളെ നോക്കണം. ഇന്ത്യയാണ് എന്ന കാര്യം പാക് ഓർക്കണം. ഇന്ത്യ പാക് അധീന കാശ്മീർ പിടിച്ചെടുത്താൽ പോലും പാക്കിന് പ്രത്യേകിച്ച് അനക്കമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ആണവായുധം ഇതുവരെ ഒരേ ഒരു രാജ്യം മാത്രമാണ് ഉപയോഗിച്ചത്. അമേരിക്ക ജപ്പാനെതിരെ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോഴാണ് ഇത് എത്രത്തോളം ദോഷമെന്ന് മറ്റ് രാജ്യങ്ങൾക്ക് മനസ്സിലായത്. ഇനി ഇന്ത്യക്കെതിരെ ആണവായുധം ഉപയോഗിച്ചാൽ ആഗോളതലത്തിൽ പാകിസ്ഥാൻ എന്നേക്കുമായി ഒറ്റപ്പെടും. ഒരു എടുത്തുചാട്ടത്തിന്റെ പേരിൽ പാക് ഇന്ത്യക്കെതിരെ ആണവായുധം ഉപയോഗിച്ചാൽ അതിന്റെ ഫലം ഒറ്റപ്പെടൽ തന്നെയായിരിക്കും. അതായത് പാകിസ്ഥാനെ എല്ലാ രാജ്യങ്ങളും ഒറ്റപ്പെടുത്തും. ഇതുമാത്രമല്ല, പാകിസ്ഥാൻ ചെയ്യാൻ പോകുന്ന കാര്യമായിരുന്നെങ്കിൽ ഇങ്ങനെ എപ്പോഴും പറഞ്ഞു നടക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കില്ല എന്ന് നിസ്സംശയം പറയാം. റഷ്യൻ ഉക്രൈൻ യുദ്ധത്തിൽ പോലും ആണവായുധം ഉപയോഗിച്ചിട്ടില്ല. പിന്നെയാണ് ഇനി പാകിസ്ഥാൻ ഉപയോഗിക്കാൻ പോകുന്നത്. പാകിസ്ഥാനെ പോലെ ഒരു തകർന്ന സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു രാജ്യം വീണ്ടും സാമ്പത്തികം തകർക്കുന്ന ഒരു തീരുമാനം എടുക്കില്ലല്ലോ. ഇന്ത്യയിൽ ആണവ ആക്രമണം നടത്തിയാൽ, ഇന്ത്യ തിരിച്ചടിച്ചാൽ അത് താങ്ങാനുള്ള കപ്പാസിറ്റി പാകിസ്ഥാൻ ഇല്ല എന്നത് സത്യമാണ്. ഇനി പാകിസ്ഥാൻ ഒരു എടുത്തുചാട്ടമെങ്ങാനും കാണിച്ചാൽ അതോടെ പാകിസ്ഥാൻ തീർന്നു. അല്ലെങ്കിൽ തന്നെ നിലവിൽ സാമ്പത്തിക പ്രതിസന്ധി, തീവ്രവാദം, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ ആണവ ആക്രമണത്തിന് ഇറങ്ങിത്തിരിക്കില്ല. അത്യാവശ്യം വെളിവും വെള്ളിയാഴ്ചയും ഉള്ളവർ പാകിസ്ഥാനിൽ ഉണ്ടെങ്കിൽ ഇന്ത്യക്കെതിരെ ഈ മണ്ടത്തരം കാണിക്കില്ല. ഇന്ത്യയെ തൊട്ടാൽ പരിണത ഫലം കടുക്കും. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ഭീഷണി നിസ്സംശയം ചിരിച്ചു തള്ളാം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.